വെൽക്കം ടു സൈലം ലേണിംഗ് മക്കളെ. അമൃത മിസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആവറേജ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ച് സെറ്റ് ആയതാണ്. പക്ഷെ എൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താ ഈ ചാപ്റ്ററിലെ? മിസ്സേ, ക്വസ്റ്റ്യൻ ഭയങ്കര വലുതാണ്, വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ എന്താ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരും അല്ലേ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല നമ്മൾ ചിന്തിക്കും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല മക്കളെ. ആവറേജ് എന്ന് പറയുന്ന സാധനത്തിൽ ക്വസ്റ്റ്യൻ ഭയങ്കര വലുതാണെങ്കിൽ കൂടി ആൻസർ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കണ്ട് ബോധക്കേട് വരികയല്ല വേണ്ടത്. പകരം ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇരുത്തി ഒരു പ്രാവശ്യം വായിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എന്തൊക്കെയാണുള്ളത്. ഓക്കെ, പോട്ടെ. ആ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ മക്കൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള നമ്പേഴ്സ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. നമ്പറുകൾ മാത്രം ഒന്ന് പെൻസിലുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. റൈറ്റ്. പിന്നെ എന്താ ചെയ്യണ്ടേ? അനാവശ്യമായ കാര്യങ്ങളൊക്കെ വെട്ടിക്കളയുക. ഓക്കെ, അതിന് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെയൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? വെട്ടി മാറ്റി വെക്കുക. റെഡി? എന്നതിന് ശേഷം എന്ത് ചെയ്യുക? ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, രണ്ടാമത് നമ്പറുകളെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, മൂന്നാമത് അനാവശ്യമായ സാധനങ്ങൾ വെട്ടിക്കളയുക, നാലാമത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. മിസ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ്സിന് പറയാൻ ഭയങ്കര സുഖം, ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആവറേജ് വെയിറ്റ് ഓഫ് എ കിഡ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 10 നമ്പർ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? കളർ ചെയ്ത് വെക്കണം. 10 ഈസ് 35 kilogram. ഓക്കെ, when Sonu also joined them the average become 36. how much does Sonu weight? ഓക്കെ, അപ്പോൾ ഇത്രയും വായിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ആവശ്യമില്ലാത്തത് വെട്ടിക്കളയണം. റെഡി? ദ ആവറേജ് വെയിറ്റ് ഓഫ് എ കിഡ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 10 ഈസ് 35. മൊത്തം ആവശ്യമുള്ളതാണ്, ആവശ്യമില്ലാത്ത ഇല്ല. വെൻ സോനു ഓൾസോ ജോയിൻഡ്, ഓക്കെ, ദ ആവറേജ് ബിക്കം 36. ഇതിലെല്ലാം ആവശ്യമുള്ളതാണ്. ഓക്കെ, നോക്കാം. ഒരു കൂട്ടത്തിലെ 10 കുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോഗ്രാം. സോനു കൂടി പുതിയതായി ജോയിൻ ചെയ്തപ്പോൾ അവരുടെ ശരാശരി ഭാരം 36 കിലോഗ്രാം ആയി. സോനുവിൻ്റെ ഭാരം എത്രയാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു മിസ്. റെഡി? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണോ അത് എടുത്തെഴുതുക. അതായത് മക്കളെ, ഇവിടെ മിസ് ആദ്യം മാർക്ക് ചെയ്ത് 10 എന്നാണ്. 10 കുട്ടികളുടെ ഭാരം. അപ്പം എന്താണ്? എത്ര എണ്ണം അല്ലെ? കുട്ടികളുടെ എണ്ണം. എത്രയാ കുട്ടികളുടെ എണ്ണം? അതാണ് 10. കുട്ടികളുടെ എണ്ണമാണ് 10 അല്ലെ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് 10. ഇനി ആവറേജ് ശരാശരി ഭാരം, അതായത് ശരാശരി എത്രയാണ്? 35 കിലോഗ്രാം. അതായത് എണ്ണവും തന്നു, ശരാശരിയും തന്നു. എണ്ണവും അറിയാം, ശരാശരിയും അറിയാം. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? എന്ത് കണ്ടുപിടിക്കാം? ആകെ തുക അല്ലേ? ആകെ തുക കണ്ടുപിടിച്ചൂടെ? നമ്മൾ പഠിച്ചതല്ലേ? ശരാശരിയും അറിയാം, എണ്ണവും അറിയാം, ആവറേജും അറിയാം. ഇവിടെ നോക്കുക, ആവറേജ് എത്രയാണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ 35 ആണ്. നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ? നമ്പർ എന്ന് പറഞ്ഞാൽ 10 ആണ്. ആവറേജും അറിയാം, നമ്പറും അറിയാം. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സുഖമാണ്? ടോട്ടൽ കണ്ടുപിടിക്കാൻ സുഖമാണ്. ആവറേജ് ഇൻറ്റു നമ്പർ. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണല്ലേ. ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ആവറേജ്, ഇവിടെ ടോട്ടൽ, ഇവിടെ നമ്പർ. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആകെ തുക ഹരിക്കണം എണ്ണം അല്ലേ? ആവറേജ് എന്ന് പറഞ്ഞാൽ ആകെ തുക ഹരിക്കണം എണ്ണം. ഇനി ആകെ തുകയാണ് കാണേണ്ടതെങ്കിലോ, ടോട്ടലാണ് കാണേണ്ടതെങ്കിലോ, ആവറേജ് ഇൻറ്റു നമ്പർ. അതായത് ശരാശരി ഗുണിക്കണം എണ്ണം. ഇത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 350 കിലോഗ്രാം എന്ന് വരും. 350 കിലോഗ്രാം. റെഡി? അപ്പോൾ ഈ 10 കുട്ടികളുടെ ഭാരമാണ് 350. 10 കുട്ടികളുടെ ഭാരമാണ് 350. റെഡി? ഇനി എന്താ പറഞ്ഞത്? സോനു ഓൾസോ ജോയിൻ. സോനു ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. സോനു ഇവരെ കൂടെ കൂടി. ഓക്കെ, സോനു ഇവരുടെ കൂടെ കൂടി. സോനുവിനെയും കൂടി കൂട്ടി. സോനു കൂടിയപ്പോൾ നമ്മളുടെ നമ്പർ എന്തായി?
കുട്ടികളുടെ എണ്ണം എന്തായി? നമ്പർ ബിക്കം, ആദ്യം 10 കുട്ടികളായിരുന്നു, സോനു കൂടി വന്നപ്പോൾ എത്രയായി? 11 അല്ലേ? സോനു കൂടി വന്നപ്പോൾ എണ്ണം എത്രയായി? 11 ആയി. ശരാശരി ആവറേജ് എത്രയായി? ആവറേജ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 36 കിലോഗ്രാം. ആവറേജ് 36 ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, നമ്പറും തന്നു ആവറേജും തന്നു. ആരെ തന്നിട്ടില്ല? ടോട്ടൽ തന്നിട്ടില്ല. ടോട്ടൽ എന്താണ്? 11 ഇൻറ്റു 36 അല്ലെങ്കിൽ ആവറേജ് ഇൻറ്റു നമ്പർ. 36 ഇൻറ്റു 11 എത്രയാ? 36 ഇൻറ്റു 11 എത്രയാ? അല്ലേ? 396 കിലോഗ്രാം. ഇതെന്താണ്? സോനു അടക്കമുള്ള ഈ മക്കളുടെ എല്ലാവരുടെയും കൂടി ടോട്ടലാണ് 396 കിലോഗ്രാം എന്ന് പറയുന്നത്. റെഡി? 6, 9 യാ. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? ഹൗ മച്ച് ഈസ് സോനു വെയിറ്റ്? സോനുവിൻ്റെ ഭാരം എത്രയാണ്? സോനു എത്രയാണ്? 396 മൈനസ് 350. യെസ്, 46 കിലോഗ്രാം. റെഡി അല്ലേ? 46 കിലോഗ്രാം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടതും സോൾവ് ചെയ്യേണ്ടതും. ക്ലിയർ ആയോടാ? ക്ലിയർ ആയോ? റൈറ്റ്? ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. മിസ് മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാം? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മുഴുവനല്ല, ഇതൊന്ന് നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഭയങ്കര വലിയ പാരഗ്രാഫ് ആണല്ലേ? അപ്പോൾ മിസ് എന്താ പറഞ്ഞ? ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഒരൊറ്റ പ്രാവശ്യം വായിക്കണം. When a person calculated his expenses from Sunday to Thursday, he found the average expenditure to be 400 rupees. 400 എന്ന് പറയുന്നത് നമ്പറാണ്. നമ്പർ നമ്മൾ റൗണ്ട് ചെയ്ത് വെക്കും. Including Friday, the average increased to 430. How much did he spend on Friday? Including Saturday, the average decreased to 390. ഓക്കെ, അപ്പോൾ 3 നമ്പറാണ്. 3 നമ്പർ മിസ് വട്ടിട്ടു. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിലെ ചെലവ് കണക്കാക്കിയപ്പോൾ ഒരു ദിവസത്തെ ശരാശരി 400 രൂപയായിരുന്നു. വെള്ളിയാഴ്ച കൂടി കൂട്ടിയപ്പോൾ 430 ശനിയാഴ്ചത്തെ കൂട്ടിയപ്പോൾ ശരാശരി 390 കുറഞ്ഞു. ശനിയാഴ്ചത്തെ ചെലവ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഒരാളുടെ ചെലവ് കണക്കാക്കിയപ്പോൾ, ചെലവ് കണക്കാക്കിയ കഥയൊന്നും നമുക്ക് വേണ്ട, ഒരു ദിവസത്തെ ശരാശരി 400 രൂപയാണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ തന്ന നമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. റെഡി? അപ്പോൾ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെയുമല്ല, വലിയ എസ് ആയിരിക്കും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കട്ട് ചെയ്ത് കളയേണ്ടത്. യെസ്, വെൻ എ പേഴ്സൺ കാൽക്കുലേറ്റ് ഹിസ് എക്സ്പെൻസസ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ. നമുക്ക് വേണ്ട സാധനമാണ്. സൺഡേ മുതൽ തേഴ്സ്ഡേ വരെ. ഓക്കെ, സൺഡേ മുതൽ തേഴ്സ്ഡേ വരെ എത്ര ഡേയ്സ് ഉണ്ട്? നമ്പർ ഓഫ് ഡേയ്സ്. എത്ര ഡേയ്സ് ഉണ്ട്? സൺഡേ മുതൽ തേഴ്സ്ഡേ വരെ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. എത്ര ദിവസങ്ങളുണ്ട്? 5 ദിവസം. 5 ദിവസത്തെ ആവറേജ് എന്ന് പറയുന്നത്, 5 ദിവസത്തെ ആവറേജ് എന്ന് പറയുന്നത് 400 രൂപയാണ്. സൺഡേ മുതൽ തേഴ്സ്ഡേ വരെയുള്ള ആവറേജ് എടുത്തു. എത്രയാണ്? 400 രൂപയാണ്. അപ്പൊ മക്കളെ ഇവിടെ നോക്കിയേ, നമ്പറും തന്നു ആവറേജും തന്നു. നമ്പറും എണ്ണവും തന്നു ശരാശരിയും തന്നു. കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? ടോട്ടലാണ്. അല്ലേ? ടോട്ടലല്ലേ ഇവിടെ ഇല്ലാത്തത്. നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ആവറേജ് ഇൻറ്റു നമ്പർ. എത്രയാണ്? 400 ഇൻറ്റു 5 എത്ര വരും? 2000. ഇതാണ് ടോട്ടൽ. 2000 റുപ്പീസ് ആണേ. 2000 റുപ്പീസ്. ഇതാണ് ടോട്ടൽ എമൗണ്ട്. റെഡി? അപ്പോൾ 5 ദിവസത്തെ ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടി 2000. പിന്നെ എന്താ പറയുന്നത്? ഇൻക്ലൂഡിങ് ഫ്രൈഡേ. ഫ്രൈഡേ കൂടി. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എത്രയായി? നമ്പർ ഓഫ് ഡേയ്സ് എത്രയായി? ദിവസങ്ങളുടെ എണ്ണം എത്രയായി? ആദ്യം സൺഡേ ടു തേഴ്സ്ഡേ 5 ദിവസമേ ഉള്ളൂ. ഫ്രൈഡേ കൂടി വന്നപ്പോൾ എത്രയായി? 6. റെഡി? അപ്പോൾ ആവറേജ് എത്രയാണ്? അതും തന്നിട്ടുണ്ട്. ശരാശരി തന്നിട്ടുണ്ട്. എത്രയാണ് ശരാശരി? 430. ശരാശരി 430. അവിടെ നോക്കുക, എണ്ണവും തന്നു ശരാശരിയും തന്നു. അങ്ങനെ എണ്ണവും ശരാശരിയും തന്നു കഴിഞ്ഞാൽ മക്കളെ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. ആകെ തുക കണ്ടുപിടിച്ചോളൂ. ടോട്ടൽ എന്താണ്? 6. ആവറേജ് ഇൻറ്റു 430 ഇൻറ്റു 6. എത്രയാ 430 ഇൻറ്റു 6? 2580 അല്ലേ? 2580 റുപ്പീസ്. റെഡി?
ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളോട് ചോദിച്ചത് ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ് ഓൺ ഫ്രൈഡേ. ഫ്രൈഡേ മാത്രം എത്ര ചിലവാക്കി. ഇവിടെ നമുക്ക് കിട്ടിയ എന്താ? ഫ്രൈഡേ വരെയുള്ള ചിലവും തേഴ്സ്ഡേ വരെയുള്ള ചിലവും, അതായത് വെള്ളിയാഴ്ച വരെയുള്ള ചിലവും കിട്ടിയിട്ടുണ്ട്, വ്യാഴാഴ്ച വരെയുള്ള ചിലവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച എത്ര ചിലവായെന്ന് എങ്ങനെയാ കാണുക? ഓൺ ഫ്രൈഡേ എത്ര ചിലവായെന്ന് എങ്ങനെ കാണും? മൈനസ് ചെയ്യുക. മൈനസ് 2580 rupees. ക്ലിയർ ആണോ? അവിടെ നിൽക്കട്ടെ. സാറ്റർഡേയിലെ പ്രശ്നം എന്താണ്? സാറ്റർഡേ കുറയാണ് ചെയ്ത് ഇതേ സ്റ്റെപ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. സാറ്റർഡേ കൂടെ വരുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എന്താവും? 7 ആവും അല്ലേ? ആവറേജ് തന്നിട്ടുണ്ട്, ടോട്ടൽ കാണുക, മൈനസ് ചെയ്യുക. ഇതൊന്നും മക്കൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ മക്കൾ കിട്ടും. കിട്ടും, എന്തായാലും കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. അപ്പോൾ മക്കളെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ എവ്രിവൺ.